വിശദമായ വാർത്തകൾ നോക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ബഹ്റൈൻ, ദമാം, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് തീരുമാനം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. തുടർച്ചയായി എയർ ഇന്ത്യ സർവീസ് പ്രതിസന്ധിയാകുന്നത് യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിലെ നടപടിക്രമങ്ങൾ ജീവനക്കാരുടേത് വൈകുന്നത്? സരിത, ഗുഡ് മോർണിംഗ്. ഇന്നലെയും സമാനമായ സംഭവം. കഴിഞ്ഞ 3-4 ദിവസമായി ഈ സമാനമായ രീതിയിൽ ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നുണ്ട്. അത് പ്രശ്നപരിഹാരത്തിന് ശേഷവും ഇത് തുടരുകയാണ്. ഇന്നലെ 6 വിമാനങ്ങൾ കൊച്ചിയിൽ നിന്നുള്ളത് റദ്ദ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 5 വിമാനങ്ങൾ കൂടി റദ്ദ് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതിൽ ബഹ്റിൻ, ദമാം, ഹൈദരാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതിലെ യാത്രക്കാരെ ഇന്നലെ തന്നെ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ രാവിലെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായും ഈ എയർ ഇന്ത്യയിലെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അവരെ തിരികെ എടുക്കും എന്നുള്ളൊരു ഉപാധിയുടെ പുറത്തുകൂടിയാണ് സമരം പിൻവലിച്ചതും വീണ്ടും സർവീസുകൾ തുടങ്ങിയതും. പക്ഷേ ഈ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലതാമസമാണ് ഇങ്ങനെ ഫ്ലൈറ്റുകൾ റദ്ദാക്കാൻ കാരണം എന്നുള്ളതാണ് എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണം. എന്തായാലും വരും ദിവസങ്ങളിലും ഇങ്ങനെയുള്ള പ്രതിസന്ധി തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിധ, ഈ വിമാനങ്ങൾ റദ്ദാക്കിയത് യാത്രക്കാരെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അവർക്ക് മുൻപ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ റദ്ദാക്കുന്ന വിമാനങ്ങളുടെ അറിയിപ്പ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് സന്ദേശങ്ങളായി യാത്രക്കാരുടെ മൊബൈൽ ഫോണിലേക്കും ഒപ്പം എയർ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചത്. എന്തായാലും അങ്ങനെ മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ യാത്ര മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്തവർക്ക് അവരുടെ യാത്ര മുടങ്ങുന്നു എന്നുള്ളൊരു പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. മറ്റു മാർഗങ്ങൾ എന്തായാലും പെട്ടെന്ന് ഉടനടി ഈ ഉദ്ദേശിച്ച യാത്ര നടത്താനുള്ള മറ്റു മാർഗങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും വരും ദിവസങ്ങളിലേക്ക് യാത്ര നീട്ടിവെക്കുക എന്നുള്ളത് മാത്രമാണ് യാത്രക്കാർക്ക് മുന്നിലുള്ളത്. എന്തായാലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി അശ്വിൻ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ബഹ്റൈൻ, ദമാം, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിവരങ്ങളാണ് അശ്വിൻ പാലാഴി നൽകിയത്. കരമന അഖിൽ വധക്കേസിൽ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. വിനീഷ് രാജ്, അഖിൽ, സുമേഷ് എന്നീ പ്രതികളാണ് ഇനി പിടിയിലാകാനുള്ളത്. പ്രതി അനീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന് കണ്ടെത്താനായത് ഒരു പ്രതിയെ മാത്രമാണ്. ഇതിൽ മറ്റ് പ്രതികൾ എവിടെയായിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം? ഇവർക്കായുള്ള തിരച്ചിൽ ഏത് രീതിയിലാണ്? പ്രവൃത്തി, ഈ കരമനയിലെ അഖിൽ വധക്കേസിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് കാര്യമായി തന്നെ വ്യാപിപ്പിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും പ്രധാനമായും ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പോലീസ് സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തും പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ഈ പ്രതികളിൽ ഒരാളായ അനീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി പിടികൂടാനുള്ളത് ഈ അഖിൽ, അതുപോലെ തന്നെ സുമേഷ്, വിനീഷ് രാജ് എന്നിവരാണ് പിടികൂടാനുള്ളത്. ഇതിൽ അഖിലാണ് ഏറ്റവും പ്രധാനമായും ഈ അഖിലിനെ, അതായത് മരിച്ച അഖിലിനെ കല്ലുകൊണ്ടിടിക്കുകയും അത് കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്, ക്രൂരമായി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നതാണ്. ഈ പിടികൂടിയ അനീഷിനെ ഇന്നലെ ബാലരാമപുരത്തെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് അവിടെ എത്തുകയും അവിടെ നിന്ന് പിടികൂടുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റു പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണങ്ങൾ തന്നെ സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണ സംഘത്തെ, കൂടുതൽ ഉദ്യോഗസ്ഥരെ വ്യാപിപ്പിച്ചുള്ള ഒരു അന്വേഷണത്തിന് കൂടിയാണ് പോലീസ് ഒരുങ്ങുന്നത്. പ്രവിധ, ശരി. കരമന അഖിൽ വധക്കേസിൽ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. വിനീഷ് രാജ്, അഖിൽ, സുമേഷ് എന്നീ പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത്. വിവരങ്ങളാണ് അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. നോക്കാം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ രാജ്യം നാളെ വിധിയെഴുതും. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളാണ് 4ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ കനൌജിൽ നിന്നും TMC നേതാവ് മഹുവ മൊയ്ത്ര ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നും 4ാം ഘട്ടത്തിൽ ജനവിധി തേടും. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ആദ്യ 3 ഘട്ടങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് ബംഗാളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മൂന്ന് ഘട്ട വോട്ടെടുപ്പുകൾ പൂർത്തിയായിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ. പോൾ ചെയ്ത വോട്ടുകൾ എത്രയെന്ന് കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നുവെന്ന് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. കത്തിന്റെ വിശദാംശങ്ങൾ. പ്രവിത, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവ് വാർത്താ സമ്മേളനങ്ങൾ വിളിക്കാത്ത വിഷയത്തിലാണ് മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ലെറ്റർ പാഡിൽ അയച്ച ഈ കത്തിൽ 3 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിലുള്ള നിരാശയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓരോ ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷവും വാർത്താ സമ്മേളനം നടത്തുന്നതായിരുന്നു 2019 വരെയുള്ള രീതി എന്ന് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വോട്ടിംഗ് ദിവസം എന്താണ് സംഭവിച്ചത് എന്നും ഒപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള സാഹചര്യവും വോട്ടിംഗ് ശതമാനം അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടെടുപ്പ് ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എത്ര എന്ന് കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ നീതിയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കി ഇത്തരത്തിൽ സുതാര്യതയില്ലാത്തത് എന്നാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ പൂർണ്ണമായി വോട്ട് ചെയ്ത വിവരങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട സഖ്യകക്ഷികൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അയച്ച കത്തിനെതിരെ കടുത്ത വിമർശനവുമായി കടുത്ത ഭാഷയിലുള്ള ഒരു കത്ത് മല്ലികാർജുൻ ഖാർഗെക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിവിധ മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. 3 ഘട്ട വോട്ടെടുപ്പുകൾ പൂർത്തിയായിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ കത്തയച്ചിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അധ്യക്ഷതയിലുള്ള പാർട്ടി MLA-മാരുടെ യോഗം ഇന്ന്. കെജ്രിവാളിന്റെ വസതിയിലാണ് യോഗം. തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാനാണ് യോഗം. ഭരണനിർവഹണം സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. തുടർന്ന് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ റാലികളും നടത്തും. അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും മറ്റന്നാൾ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ പ്രചാരണം നടത്തും. സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ഏക സീറ്റാണ് കുരുക്ഷേത്ര. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിന് ഓരോ MLA-മാരും മുൻകൈയെടുക്കണമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ കൂടിയാണ് യോഗം. പ്രചാരണ പദ്ധതികൾക്ക് പുറമെ ചർച്ച ചെയ്യും. യോഗത്തിന് ശേഷമായിരിക്കും ഈ ചർച്ച ഉണ്ടാവുക. സമീപകാലം വരെ ഭീകരരുടെ വിളനിലമായ കാശ്മീരിലെ ശ്രീനഗർ ഇന്ന് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. റാലികളും പ്രചാരണ വാഹനങ്ങളും കൊടിതോരണങ്ങളും ഒക്കെയായി സർവത്ര മത്സരച്ചൂടിലാണ് ശ്രീനഗർ താഴ്വര. ജലം നദി ശാന്തമായി ഒഴുകുന്നെങ്കിലും തീരത്ത് മത്സരച്ചൂടിന്റെ തിരയിളക്കമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലഹരിയിലാണ് ശ്രീനഗറും സമീപ സ്ഥലങ്ങളും. ഭീകരാക്രമണവും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ പതിവായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ തലങ്ങും വിലങ്ങും പ്രചാരണ കോലാഹലമാണ്. ഒരു കാലത്ത് ഭീകര സംഘടനയായ അൽ ഉമർ മുജാഹിദീന്റെ തട്ടകമായിരുന്ന ഹവൽ പ്രദേശമാകെ ഇപ്പോൾ മാറിയിരിക്കുന്നു. എവിടെയും തെരഞ്ഞെടുപ്പ് കാഴ്ചകളാണ്. ഹുറിയത്ത് കോൺഫറൻസ് നേതാവ് മിർവായിസ് ഉമർ ഫറൂഖിന്റെ സ്ഥലമായ ജാമിയ മസ്ജിദിന് സമീപം നാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുത്ത ജനങ്ങൾ വോട്ടവകാശവും വിനിയോഗിക്കണമെന്നാണ് രാഷ്ട്രീയ നേതാക്കളുടെ അഭ്യർത്ഥന. देखिए, मैं लोगों को ही मुबारकबादी देता हूँ. इन्होंने अमन का रास्ता पकड़ा. इन्होंने बहुत मुश्किलात देखे हैं. यहाँ के आर्टिजन्स को, यहाँ के हुनर याफ्ता लोगों को, यहाँ के नौजवानों को कि आपके विकार और आपकी इज्जत के लिए दुआ किए, और अगर हमें मौका कल मिला तो हम आपका वो इज्जत और विकार वापस करेंगे. मेरी गुजारिश लोगों से है कि वोट उसको दे दो जिसका आपको लगेगा
आपकी नुमाइंदगी कर सकता है। ഒരു കാലത്ത് ഇന്ത്യൻ സൈനികർക്ക് നേരെ കല്ലെറിഞ്ഞ താഴ്വരയിലെ യുവാക്കൾ ഇന്ന് സ്വന്തം ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. 70 വർഷത്തിനിടെ ഇത്തരം കാഴ്ചകൾ ആദ്യമെന്ന് പ്രദേശവാസി തൗസിഫ് അഹമ്മദ്. हमारे लिए, हमारे बच्चों के लिए उनका मुस्तकबिल कैसे ठीक रहेगा, तो यही मुझे लगता है ये वही खास वजह है कि आज लोग सड़कों पे आए। നാളെയാണ് ശ്രീനഗറിൽ വോട്ടെടുപ്പ്. പോളിംഗ് ശതമാനം കൂടുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇലക്ഷൻ ഡെസ്ക് 24. ഗവർണർ CV ആനന്ദബോസിനെതിരെ ആരോപണം കടുപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഗവർണർ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത വീഡിയോയാണ് എന്നാണ് ആരോപണം. CV ആനന്ദബോസിന്റെ മറ്റൊരു വീഡിയോ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് ഉണ്ടെന്നും മമതാ ബാനർജി പറഞ്ഞു. മമതാ ബാനർജിയുടേത് വൃത്തികെട്ട രാഷ്ട്രീയമെന്ന് CV ആനന്ദബോസ് പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്ര വലിയ ആരോപണവുമായി ഗവർണർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മമതാ ബാനർജി പറഞ്ഞ പെൻഡ്രൈവ് എന്താണ്? ഒപ്പം എന്താണ് CV ആനന്ദബോസിന്റെ പ്രതികരണവും? കടുത്ത ആരോപണമാണ് മമതാ ബാനർജി ഗവർണർ CV ആനന്ദബോസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനുള്ളിലെത്താം. മറ്റൊരു വാർത്തയിലേക്ക്. വടകരയിൽ RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദത്തിൽ. CPM വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണമെന്ന മുദ്രാവാക്യവുമായി UDF RMP വടകരയിൽ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലാണ് KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും അധിക്ഷേപിച്ച് സംസാരിച്ചത്. KS ഹരിഹരൻ ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും നിയമ നടപടി വേണമെന്നാണ് DYFIയുടെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെയും സാന്നിധ്യത്തിലായിരുന്നു KS ഹരിഹരന്റെ വിവാദ പരാമർശം. CPMന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. ആരെങ്കിലും ഉണ്ടാക്കും? അത് ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P മോഹന്റെ മകൻ നികിദാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? പരാമർശം വിവാദമായതിന് തൊട്ടുപിന്നാലെ ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം CPMന് ഇതൊരു രാഷ്ട്രീയ ആയുധമാണ്. വിവാദ പരാമർശത്തിൽ ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. വടകരയിൽ UDF നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പ്രചാരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് ഹരിഹരൻ നടത്തിയതെന്നും DYFI കുറ്റപ്പെടുത്തി. 24 കോഴിക്കോട്. ഗവർണർ CV ആനന്ദബോസിനെതിരെ ആരോപണം കടുപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഗവർണർ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് എന്നുള്ളതാണ് പ്രധാന ആരോപണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, മറ്റൊരു വീഡിയോ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് ഉണ്ടെന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. ഇത് ചെറിയ ആരോപണമല്ല. എങ്ങനെയാണ് ഈ ആരോപണത്തെ CV ആനന്ദബോസ് എതിർക്കുന്നത്? പ്രവിധ, ഗവർണർ CV ആനന്ദബോസിന് എതിരായ ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. CV ആനന്ദബോസിന്റെ മറ്റൊരു വീഡിയോ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് കൂടി തന്റെ പക്കലുണ്ട് എന്നാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൗറയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. ഗവർണർ ആദ്യം രാജിവെക്കണം എന്ന ആവശ്യമാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് അതിൽ പൊതുജനങ്ങൾക്ക് സുതാര്യത ഉറപ്പാക്കാനായി ഗവർണർ ഈ വീഡിയോ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു. എന്നാൽ ഗവർണർ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് എന്നും എന്തുകൊണ്ട് മുഴുവൻ ദൃശ്യങ്ങളും കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. ഗവർണർ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചാൽ താൻ പോകില്ല എന്നും മറിച്ച് തെരുവിൽ കാണാൻ ഗവർണർ ക്ഷണിക്കുന്നത് എങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ എന്നും, കാരണം ഗവർണറുടെ അടുത്ത് ഇരിക്കുന്നത് പോലും പാപമാണ് എന്നുമാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയം വൃത്തികെട്ടതാണെന്നും ദൈവത്തിന് പോലും മമതയെ രക്ഷിക്കാനാകില്ല എന്നും ദീദിഗിരി ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുമുള്ള പ്രതികരണമാണ് CV ആനന്ദബോസ് നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദമാണ് ബംഗാളിൽ നടക്കുന്നത്. CV ആനന്ദബോസിനെതിരെ ശക്തമായിട്ടുള്ള വാദമാണ് ഇപ്പോൾ മമതാ ബാനർജി ഉന്നയിക്കുന്നത്. ഗവർണറുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴയിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ പരുക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മൂവരും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഏഴുമുട്ടം സ്വദേശിനി വിജയകുമാരി ഇന്നലെ മരിച്ചിരുന്നു. വിജയകുമാരിയുടെ മകൻ അനു, ഭാര്യ ലക്ഷ്മിപ്രിയ, മകൾ 9 വയസ്സുകാരി ദീക്ഷിത എന്നിവരാണ് ചികിത്സയിലുള്ളത്. പരുക്കേറ്റ 6 പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ തുടരുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നും വാഗമണിലേക്ക് യാത്ര തിരിച്ച് യുവാക്കൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിന് ഇരയാക്കിയത്.
സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടേക്കും. പരിഷ്കരണം പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്നാണ് സംയുക്ത സമരസമിതിയുടെ നിലപാട്. ആരെത്തിയാലും ടെസ്റ്റ് നടത്തും എന്ന തീരുമാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. പോലീസ് സഹായവും തേടും. ഇന്നും ടെസ്റ്റിന് സ്ലോട്ടുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ആരെയും ഗ്രൗണ്ടിൽ കടക്കാൻ അനുവദിക്കില്ല എന്നാണ് സംയുക്ത സമരസമിതി വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ടെസ്റ്റ് കർശനമായി നടപ്പാക്കും എന്നും സ്ലോട്ട് ലഭിച്ച് എല്ലാവരും കൃത്യമായി ഗ്രൗണ്ടിൽ എത്തണമെന്നും ഗതാഗത വകുപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ടെസ്റ്റ് നടന്നില്ല. ടെസ്റ്റിനെത്തിയ ചുരുക്കം ചിലരെ തടഞ്ഞു. ടെസ്റ്റുകൾ കർശനമായി നടത്തണമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും വ്യക്തമാക്കി ഗതാഗത മന്ത്രിയുടെ ഓഫീസ് സർക്കുലർ പുറത്തിറക്കിയെങ്കിലും വേണ്ടത്ര ഫലപ്രദമായില്ല. ചെന്നൈയിൽ ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നടി പി ഗിരിജയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10:30 ചെന്നൈ കിൽപോക്കിലെ വൈദ്യുതി ശ്മശാനത്തിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 80കളിൽ ബേബി ഗിരിജി എന്ന പേരിൽ ബാലതാരമായി മലയാള സിനിമകളിൽ തിളങ്ങി. ജീവിത നൗക, വിശപ്പിന്റെ വിളി, അച്ഛൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ആലപ്പുഴ സ്വദേശിയായ ഗിരിജ ചെറുപ്പകാലത്ത് തന്നെ ചെന്നൈയിലെത്തി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജീവനക്കാരിയായിരുന്നു. കിലിയൻ എംബാപ്പയ്ക്ക് PSG മൈതാനത്ത് ഇന്ന് അവസാന മത്സരം. രാത്രി 12:30 നടക്കുന്ന കളിയിൽ ടുലീസോയെയാണ് എതിരാളികൾ. PSG എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ എംബാപ്പെ ഈ സീസണിനൊടുവിൽ ക്ലബ് വിടുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. 305 മത്സരങ്ങളിൽ നിന്ന് 255 ഗോൾ നേടിയ എംബാപ്പെ PSG 9 കിരീട നേട്ടങ്ങളിലും പങ്കാളിയായി. ഒരിടവേളയ്ക്ക് ശേഷം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാവുകയാണ് വയനാട്ടിൽ. ജനജീവിതം പ്രതിസന്ധിയിലായ ഈ ഘട്ടത്തിൽ റേഞ്ച് ഓഫീസർമാരെ കൂട്ടത്തോടെ ട്രെയിനിങ്ങിനായി അയച്ചിരിക്കുകയാണ് വനം വകുപ്പ്. ചെതലയം, മേപ്പാടി ഉൾപ്പെടെയുള്ള റേഞ്ചുകളിലെ ഓഫീസർമാർക്കാണ് 3 മാസത്തെ പരിശീലനം. കടുവ, പുലി, കാട്ടാന, കാട്ടുപോത്തും കാട്ടുപന്നിയും ഇവയെല്ലാം നാട്ടിലിറങ്ങുന്ന കാലമാണ് വയനാട്ടിൽ. നാഥനില്ലാത്ത സ്ഥിതിയുണ്ട് വയനാട്ടിലെ പല റേഞ്ചുകളിലും. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങൾ വയനാട് സൗത്ത് ഡിവിഷനിലാണ്. ഇവിടെ ചെതലയം, മേപ്പാടി റേഞ്ചുകളിലെ ഓഫീസർമാർ നിലവിൽ വാളയാറിൽ പരിശീലനത്തിൽ. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ സസ്പെൻഷനിൽ. 3 താൽക്കാലിക ചുമതലയാണ് നൽകിയിട്ടുള്ളത്. വയനാട് സൗത്ത് DFOയെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയ ഒഴിവിലും സ്ഥിരം നിയമനം ആയിട്ടില്ല. നിലവിൽ പാലക്കാട് ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർക്കാണ് അധിക ചുമതല. വയനാട്ടിലെ സാഹചര്യം പരിഗണിക്കാതെ കൂട്ടത്തോടെയുള്ള പരിശീലന പരിപാടിക്കെതിരെയാണ് വിമർശനം ഉയരുന്നത്. വയനാട് ജില്ലയിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു മേഖലയിൽ, ജനവാസ മേഖലയിൽ ആനയിറങ്ങാത്തൊരു സമയം നിലവിലുണ്ടായിട്ടില്ല. ഇത്രമാത്രം വന്യമൃഗശല്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കൃഷിക്കാർക്ക് ഈ സമയത്താണ് ഷെയ്ഡ് മാറ്റി അവരുടെ കോഫി ക്രോപ്പെല്ലാം എടുത്തു കഴിഞ്ഞ് മരങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കാനും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തേണ്ട സ്ഥിതിയുള്ളത്. പേരിയയിലെയും മാനന്തവാടിയിലെയും റേഞ്ച് ഓഫീസർമാർക്കാണ് യഥാക്രമം ചെതലയം, മേപ്പാടി റേഞ്ചുകളുടെ അധിക ചുമതല. കൽപ്പറ്റയുടെ ചുമതല കുപ്പാടി ഡിപ്പോ ഓഫീസർക്കാണ്. വന്യമൃഗശല്യം നേരിടാൻ പ്രത്യേകം CCFന് ചുമതല നൽകിയ ജില്ലയിലാണ് ഈ അവസ്ഥ. അടിയന്തര സാഹചര്യം വന്നാൽ സംഭവ സ്ഥലത്തെത്തി നേതൃപരമായ പങ്കുവഹിക്കേണ്ടവരാണ് പരിശീലനത്തിലുള്ളത്. ഇവിടെയെല്ലാം പകരം ചുമതലക്കാർ ആയതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങളിലും മെല്ലെ പോക്ക് തുടരാനും സാധ്യതയേറെ. 24 വയനാട്. SSLC പരീക്ഷയിൽ ജീവിത പ്രതിസന്ധികളെ നേരിട്ട് A+ നേടിയ നിരവധി കുട്ടികളുണ്ട് കേരളത്തിൽ. എന്നാൽ തൃശൂർ കല്ലേറ്റൻകരയിലെ വിനീത വിശ്വകർമ്മയുടെ വിജയത്തിന്റെ മധുരം അല്പം കൂടും. ഒറ്റമുറി മാത്രമുള്ള വാടക വീട്ടിലെ പ്രതിസന്ധികളെ അതിജീവിച്ച വിനീത നേപ്പാൾ സ്വദേശിയാണ്. സ്കൂളിൽ പോയിട്ടില്ല. എനിക്ക് പേര് വരെ ഏതാ അറിയില്ല. സ്കൂളിലൊക്കെ ഞാൻ പോകുമ്പോൾ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ എന്താ അപ്പുറത്തെ ചേച്ചിമാരുണ്ടെങ്കിൽ അവരോടൊന്നും എൻ്റെ മോളെ പേര് എഴുതി തരുമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറയൂന്ന് അങ്ങനെ എഴുതി കൊടുക്കും. എൻ്റെ പേര് മാത്രമേ ചെറുതായിട്ട് അറിയുള്ളൂ. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ല വിനീത വിശ്വകർമ്മ എന്ന 10ാം ക്ലാസ്സുകാരിയുടെ അമ്മ പൂജ. പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ് പ്രതീക്ഷകൾ പറ്റിയ ജീവിതം പോലെ അടഞ്ഞുകിടന്നു ക്ലാസ് മുറിയുടെ വാതിലും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ കുറേ ജോലി ചെയ്തു. അങ്ങനെ അമ്മ ചെറുപ്പത്തിലേ മറിച്ചു. അമ്മ ഉണ്ടായില്ല, അച്ഛനുണ്ടായുള്ളൂ. അങ്ങനെ ആയിട്ട് സ്കൂളിലൊക്കെ ഒന്നും പോയിട്ടില്ല. അപ്പം മോൾക്ക് പഠിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തു. തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്ന പൂജയുടെ നിശ്ചയദാർഢ്യത്തിനാണ്
ഇപ്പോൾ മകൾ വഴി ഫുൾ A+ കിട്ടിയിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മകൾ വിനീതയ്ക്ക് SSLC പരീക്ഷയിൽ മിന്നും ജയം. എനിക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ നിന്ന്. ഞങ്ങൾ 2 കൊല്ലം മുന്നും പോവാൻ നിൽക്കായിരുന്നു. എന്നിട്ടും എൻ്റെ SSLCക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നതായിരുന്നു. കല്ലേറ്റുംകര BVMHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വിനീത. 5 അംഗ കുടുംബം താമസിക്കുന്നത് വാടക വീട്ടിലെ ഒറ്റമുറിയിൽ. സ്കൂളിൻ്റെ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെയും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് SSLCക്ക് ഫുൾ A+ ഒക്കെ വാങ്ങാൻ. കല്ലേറ്റുംകര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ മിഠായി കമ്പനിയിൽ ജീവനക്കാരനായ നേപ്പാൾ സുർക്കിത് സ്വദേശി ബാൽ ബഹദൂറിന്റെയും പൂജയുടെയും 3 മക്കളിൽ മൂത്തവളാണ് വിനീത. പഠനത്തിന് പുറമെ നൃത്തത്തിലും മുന്നിൽ. ഉപജില്ലാ കലോത്സവത്തിലടക്കം പങ്കെടുത്ത് A ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. സഹോദരങ്ങളായ വിശാൽ BVMHSലും ഇളയ സഹോദരി ജാനകി തൊട്ടടുത്തുള്ള IJLPSലുമാണ് പഠിക്കുന്നത്. ആദ്യ നേട്ടത്തിന്റെ കരുത്തിലാണ് വിനീത. ഇനിയുമേറെ മുന്നേറാനുണ്ട്. ഒപ്പം പ്രതിസന്ധികളും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. മുപ്പിളിവണ്ടികൾ എന്നറിയപ്പെടുന്ന കൊട്ടെരമ്മ വീട് കൈയടക്കിയതോടെ മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമായി പാലക്കാട് മണ്ണാർക്കാട്ടെ 3 അംഗ കുടുംബം. അലനല്ലൂർ എസ്റ്റേറ്റ് പടി സ്വദേശി മൊയ്തീനാണ് ഈ ദുരവസ്ഥ. മൊയ്തീന്റെ വീട്ടിലെ എല്ലാ ഭിത്തികളിലും ഇതാണ് അവസ്ഥ. എവിടെ നോക്കിയാലും കൊട്ടൊരുമകൾ. മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിക്കാനാകില്ല, കുളിക്കാനാകില്ല. ദേഹത്തു വന്നിരുന്നാൽ പൊള്ളുന്ന ഇവയെ പേടിച്ച് വീട് വിട്ടിറങ്ങി മൊയ്തീൻ. ഇപ്പോൾ ബന്ധുവീട്ടിലാണ് താമസം. ചൂട് കമ്മിയാവുന്നത് വരെയും മഴക്കാലം തുടങ്ങുന്നത് വരെ ഇതുണ്ടാവും. ഒരു 3-4 മാസം ഒന്നും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ എവിടേക്കൊക്കെ പോകലാണ്. അല്ലെങ്കിൽ വണ്ടി കിടക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അയലോക്കത്തെ പോയി കിടക്കലാണ്. ഇതിന് വമ്പ ശല്യമുണ്ട്. എന്താണെന്ന് ചെയ്യാൻ പുറത്തല്ല. മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തൽക്കാലം പോകും. അത് കഴിഞ്ഞാൽ പിന്നെയും വരികയാണ് അതേമാതിരി തന്നെ. അപ്പോൾ അത് പിന്നെ അതുപോലെ അടിച്ച് കളയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ദുഷ്കരമാണത്. കാരണം ഒരു വിശേഷ ഗ്യാസ് ഉണ്ട്. അത് കാരണം പണിക്കാരടക്കം വരില്ല, അടിച്ചു വരി കളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ 5 വർഷമായി മൊയ്തീന്റെ വീട്ടിൽ കോട്ടൊരുമ ശല്യമുണ്ട്. ഇവയുടെ ബാഹുല്യം കാരണം ശ്വാസം മുട്ടലും കണ്ണെരിച്ചിലും വീട്ടിലെ അംഗങ്ങൾക്ക് പതിവ്. കോട്ടൊരുമകളെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ തന്നെ അറിയിക്കണമെന്നാണ് മൊയ്തീൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ വീട് തന്നെ ഇദ്ദേഹത്തിനും കുടുംബത്തിനും ഉപേക്ഷിക്കേണ്ടി വരും. 24 പാലക്കാട്. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു.